ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അമേരിക്കൻ നിർമ്മിതമായ F-35 വന്ന് കുടുങ്ങി വലിയ വാർത്തയും നാണക്കേടുമായി. ഇതുപോലെ അമേരിക്കയുടെ ഒരു സൈനിക സംവിധാനം ലോകത്തിന് മുന്നിൽ നാണം കെട്ട് നിന്നൊരു ചരിത്രമില്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഇന്നലെ ജപ്പാനിലെ കഗോഷിമ എയർപോർട്ടിൽ ഇതുപോലെ ബ്രിട്ടൻ്റെ തന്നെ ഒരു F-35 അടിയന്തര ലാൻഡിങ് നടത്തി അവിടുന്ന് പോകുന്നില്ല. എന്താണ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന വിമാനത്തിന് സംഭവിക്കുന്നതെന്ന് ചോദ്യം വെക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്തയുണ്ട്. സ്വീഡനും സ്വിറ്റ്സർലൻഡും അമേരിക്കയുടെ F-35 വാങ്ങാൻ കരാറൊപ്പിട്ടു. ഇനി വേണ്ട, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. വളരെ മോശം പരിപാടിയാണെന്ന് ട്രംപ് പറയുകയും ചെയ്തു. എന്താണ് ഈ വിഖ്യാതമായ കൊട്ടിഘോഷിക്കപ്പെട്ട വിമാനം വെറും പാട്ടയാണോ? വെറും പാട്ടയൊന്നുമല്ല. അത് ഈ പറയണമാതിരിയുള്ള മഹത്വമൊന്നും അതിനില്ല എന്നാണ് കാണുന്നത്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വലിയൊരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി. ഈ F-35 പരിഹസിച്ച് 2-3 വീഡിയോ ഞാൻ ചെയ്തതാണ്. അത് കേരളത്തിൽ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെന്തായിരിക്കും? ചേട്ടൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. F-35 അല്ല, അതിപ്പോൾ അവിടെ നിന്ന് പോകാത്തത് എന്താ? അല്ല, അത് ക്രാഷ് ലാൻഡ് ചെയ്തപ്പോഴേ അപ്പോൾ എന്തെങ്കിലും പരിക്കൊക്കെ പറ്റുമല്ലോ, അങ്ങനെ പറ്റിയതാണ്. അങ്ങനെയൊന്നുമല്ല. അമേരിക്ക ഭക്തന്മാർ എത്രയുണ്ടെന്നാണ് സുനിലിൻ്റെ വിചാരം? കേരളത്തിൽ ഭീകരമായ അമേരിക്ക ഭക്തിയുള്ളവരുണ്ട്. അതൊരു പക്ഷേ ആൻറ്റി ഇന്ത്യ വികാരം കൊണ്ടുപോയിരിക്കാം. അമേരിക്കയെ നമ്മൾ പരിഹസിക്കുമ്പോൾ ഫലത്തിൽ നമ്മൾ ഭാരതത്തെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇവൻ്റെയൊക്കെ വിമാനം എന്ത് തല്ലിപ്പൊളി എന്ന് പറയുമ്പോൾ കൊള്ളാവുന്ന വിമാനം വേറെ ഉണ്ടെന്നൊരു അർത്ഥം അതിനുണ്ടല്ല. അതിലുള്ള ഒരു വെപ്രാളവുമാകാം. ഈ F-35 സോഫ്റ്റ്വെയർ ഓരോ ആഴ്ചയും മോഡിഫൈ ചെയ്യണം. ഓരോ ആഴ്ചയും? ഇത് പറഞ്ഞാൽ മനസ്സിലാകുന്ന എത്ര മലയാളികളുണ്ട്? ഒരു വിമാനത്തിൽ എന്ത് സോഫ്റ്റ്വെയർ? ഇതാണ് ചോദ്യം. വിമാനം സോഫ്റ്റ്വെയർ വെച്ച് നിയന്ത്രിക്കാൻ പറ്റുമോ? പറ്റും. വിമാനം താഴെ നിന്ന് നിയന്ത്രിക്കാൻ പറ്റും. ATCയിൽ നിന്ന് വിമാനം നിയന്ത്രിക്കാം. ATCയിൽ നിന്നൊരു ട്രാഫിക് കൺട്രോളിൽ നിന്ന് റേഡിയോ സിഗ്നൽസ് മാത്രമല്ലേ ഉള്ളൂ? ആ റേഡിയോ സിഗ്നൽസ് വെച്ചിട്ട് യു ക്യാൻ കൺട്രോൾ ദ എയർക്രാഫ്റ്റ്, ഫൈറ്റർ എയർക്രാഫ്റ്റ്സ്. അതെ, ആ സംവിധാനമുണ്ട്. വെദർ യു ആർ യൂസിങ് ഇറ്റ് ഓർ നോട്ട് വേറൊരു പ്രശ്നം. ഇപ്പോൾ അഹമ്മദാബാദ് ഇത് നടന്നില്ലേ, അതിലും അവർ പറഞ്ഞു ഈ ബോയിങ് 787 വേണമെങ്കിൽ അത്രയും ഹൈറ്റിലേ എത്തിയിട്ടുള്ളൂ, ATCയിൽ നിന്ന് കൺട്രോൾ ചെയ്യാം. ബട്ട് ദേ ഹാവ് നോട്ട് യൂസ്ഡ് ഇറ്റ്. ATCന്ന് അവരൊരിക്കലും കൺട്രോൾ ചെയ്യില്ല. ബട്ട് അതിനൊരു പ്രൊവിഷനുണ്ട്. യു ക്യാൻ ഡു ദാറ്റ്. 787 ഇത് ഈ പറയുന്ന പോലെ സിമ്പിൾ ഈ എൻജിൻ പ്രവർത്തിച്ചു, ടേക്ക് ഓഫ് ചെയ്തു, ലിഫ്റ്റ് വന്നു, പറന്നു, അങ്ങനെയുള്ള വിമാനങ്ങളല്ല. F-35 പ്ലാറ്റ്ഫോം എന്ന് പറയും. വിമാനം ഒന്നും സാധാരണ പറയാറില്ല, പ്ലാറ്റ്ഫോം എന്ന് പറയും. ഇതിൻ്റെ കൂടെ വേറെ ഒരുപാട് അനുസാരികളുണ്ട്. F-35 ഒറ്റയ്ക്ക് പറക്കാറില്ല. അത് മിനിമം 3 എണ്ണമെങ്കിലും ഉണ്ടാകും. പിന്നെ അതിൻ്റെ ഫോർമേഷനുണ്ട്. ആ ഫോർമേഷൻ, പിന്നെ റീഫ്യൂവലിനുള്ള സംവിധാനം, അത് ഇതൊക്കെ ചേർത്തിട്ട് വലിയൊരു സിസ്റ്റമാണ് F-35. അതിലെന്തെങ്കിലും ഒരെണ്ണം പാളിപ്പോയി കഴിഞ്ഞാൽ അത് ആകാശത്ത് വെച്ച് തന്നെ റിപ്പയർ ചെയ്യാനും സംഗതിയൊക്കെ അവരുടെയിലുണ്ട്. ഇതൊക്കെ ചെയ്തെങ്കിലും വലുതായിട്ട് വാർ പ്രൂവനല്ല F-35. F-35 ഏത് യുദ്ധത്തിൽ ഉപയോഗിച്ചു? യുദ്ധമേതാ? ഇപ്പോഴും F-16 പറയുന്നത്. അതെ, പാകിസ്ഥാനിലുള്ള F-16 ആണ്. F-35 അമേരിക്ക കൊടുത്തിരിക്കുന്നത് നാറ്റോ രാജ്യങ്ങൾക്ക് മാത്രമാണ്. നാറ്റോയിൽപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ടാണ് ഇംഗ്ലണ്ടിൽ നിന്ന് കിട്ടിയത്. അവരിപ്പോൾ നടത്തുന്നത് നേവൽ എക്സർസൈസാണ്. നേവൽ എക്സർസൈസ് മറ്റേ എന്താ ഹിസ് മജസ്റ്റീസ് സർവീസ് HMS സംതിങ് ആണ്, പ്രിൻസ് ഓഫ് വെയിൽസ്. അത് ഇങ്ങനെ അറബിക്കടൽ തീരത്തൂടെ അങ്ങനെ പോയിട്ട് ഓസ്ട്രേലിയയ്ക്കോ അങ്ങനെ എന്തോ പോകുന്നു, ജപ്പാനിലും പോകും. അതിൻ്റെ ഭാഗമാണ് ഈ ജപ്പാനിലെ പോക്കും. അപ്പോൾ ജപ്പാനിൽ പോയപ്പോഴും സിമിലർ പ്രശ്നം ഉണ്ടായി കാണും അതിന്. ഇവിടെ അവർ ആദ്യം എണ്ണ തീർന്നിട്ടാണ്, അപ്പോൾ അവർ വിചാരിച്ചു ആരും അറിയാതെ ഇതങ്ങ് റെഡിയാക്കാം. പറ്റിയില്ല, ദേ വർ എക്സ്പോസ്ഡ്. ഈ കവറപ്പ് ഓപ്പറേഷൻ നടത്തിയത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. F-35 പറ്റി ഒരു ചർച്ചയോ സംഗതിയോ ഒന്നും വന്നില്ല. വിദഗ്ധന്മാരെ വിളിച്ച് ചർച്ച ആരും ചെയ്തില്ല. ഇല്ല, സോഷ്യൽ മീഡിയയാണ് കൊണ്ടാടിയത്. പിന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അതൊരു ട്രോളാക്കി മാറ്റി അവരുടെ അഡ്വാൻറ്റേജിന് പരസ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കുറേ കൂടെ
സോഷ്യൽ മീഡിയ വർദ്ധിച്ചു. പക്ഷേ മെയിൻ സ്ട്രീം മീഡിയ സമ്മതിച്ചില്ല. നമ്മുടെ മാധ്യമങ്ങളുടെയൊക്കെ തലപ്പത്തേക്ക് UK വേണ്ടി ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് കേൾക്കുന്നുണ്ട്. UK അവിടുത്തെ മാധ്യമങ്ങൾ റോയിട്ടർ കൺഫേം ചെയ്തിരുന്നു. ഇവിടെയും അങ്ങനെ സംഭവിച്ചു. റോയിട്ടർ പറഞ്ഞു, ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞു അത് പൊലിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് റോയിട്ടർ, ഗാർഡിയൻ ഇതുപോലുള്ള പത്രങ്ങളെല്ലാം അതങ്ങ് മുക്കി ആ വാർത്ത. അപ്പോൾ അവരെ ഫോളോ ചെയ്യുന്ന ഇവരും അത് മുക്കി. ഇവിടെയും ചില എംബസി വഴി ചില ഇടപെടൽ ഉണ്ടായിട്ടുണ്ടാവും. പ്ലീസ്, അത് ഒരു സായിപ്പ് സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് സുനിലിൻ്റെ വിചാരം. ഭീകരമാണ്. കേണൽ ജെഫ്രി എന്ന് പറഞ്ഞിട്ട് അവർ ബ്രിട്ടീഷ് ആക്സെൻറ്റിൽ സംസാരിച്ച് കഴിയുമ്പോൾ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർക്ക് എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്ത് യെസ് സർ, യെസ് സർ. പുള്ളി എന്താ പറഞ്ഞു എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും F-35 വാർത്തയൊന്നും കൊടുക്കേണ്ടത്. ഈ F-35 ഒന്ന് കൊടുക്കണമെന്നാണോ പറഞ്ഞത്, അതോ കൊടുക്കരുതെന്നാണോ പറഞ്ഞത്, ഒന്നും അറിയാൻ മേല. ബട്ട് തൽക്കാലം നമുക്ക് എന്തോ പറഞ്ഞു കംപ്ലൈൻറ്റ്. ഇങ്ങനെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ല, ഇപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് തുടക്കത്തിൽ പറഞ്ഞില്ല ചേട്ടാ, ഈ സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, പിന്നെ ഇന്ത്യയും F-35 വാങ്ങുന്നില്ല എന്ന് പറയുന്നു. ചില വാർത്തകളൊക്കെ ഈ റൂമർ പോലെ പറയുന്നത് നമ്മൾ ബോയിങ്ങുമായിട്ടുള്ള വലിയ ഇടപാടുണ്ടല്ലോ, 31,000 കോടിയുടെ മറ്റോ, അത് ക്യാൻസലാക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. നമ്മൾ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇല്ല. പക്ഷേ സ്വീഡനും സ്വിറ്റ്സർലൻഡും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ ക്വാളിറ്റി കൊണ്ടാണോ അതോ ഈ ട്രംപിൻ്റെ നിലപാടിലുള്ള പ്രതിഷേധമാണോ? അല്ല, അതിൽ സ്വിറ്റ്സർലൻഡ് പറഞ്ഞത് ഞങ്ങളെ കല്ലെറിയുന്നവരിൽ നിന്ന് ഞങ്ങൾ സാധനം വാങ്ങുന്നത് എന്തിനാണ്? ഡോണ്ട് എക്സ്പെക്ട് us to do trade with people who are hurling stones against us എന്നാണ്. അതിൽ സ്വീഡൻ പറഞ്ഞു, സ്വിറ്റ്സർലൻഡ് പറഞ്ഞു. അങ്ങനെ ഒരു ഡയലോഗ് കോട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ താരിഫാണ് അവരുടെ പ്രശ്നം. സ്വിറ്റ്സർലൻഡിൻ്റെയും സ്വിറ്റ്സർലൻഡ് എന്താണ് മുസ്ലിം, അവരെ ആർക്കെന്ത് ദ്രോഹം ചെയ്യും? ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഇൻഡെക്സിലുള്ള രാജ്യങ്ങളിലൊന്നാണ്. അവർ ഒരു യുദ്ധത്തിലൂടെ കാശാണ് അവരുടെ പ്രധാന സംഗതി. കാശ്. ഇപ്പോൾ സ്വിസ് ബാങ്കിൽ കൊണ്ടുപോയി ആർക്കും നിക്ഷേപിക്കാം. അവരാ ഡീറ്റെയിൽസ് ജന്മം ചെയ്ത് അവർ പുറത്തു വിടില്ല. അങ്ങനെയൊക്കെ ചെയ്ത് അവർ കഴിഞ്ഞു കൊടുക്കുന്നു. വളരെ ചെറിയൊരു രാജ്യം. പ്രിസിഷൻ വാച്ചുകൾ, അത് ഇതൊക്കെ നല്ല പ്രിസിഷൻ മൈൻഡാണ് അവരുടെ. അങ്ങനെ അവരുടെ തലയിൽ ഈ താരിഫ് എന്ന് പറഞ്ഞാൽ അവർ വലിയ എക്സ്പോർട്ടും സംഗതിയൊന്നും ആരുമായിട്ട് വലിയ ബിസിനസ്സൊന്നും ഉള്ള കൂട്ടരല്ല സ്വിറ്റ്സർലൻഡ്. ടൂറിസ്റ്റ് വരുന്നു പോകുന്നു, ഇതൊക്കെയാണ്. അവർക്ക് താരിഫ് അടിച്ചു, സ്വീഡനും താരിഫ് അടിച്ചു, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവർ വിചാരിച്ച് ഞങ്ങളെന്തിന് ഈ F-35 ആരെഴുതിയ ആവശ്യം? ചരിത്രത്തിൽ ഇന്ന് വരെ യുദ്ധം ചെയ്യാത്ത ടീമാണ് സ്വിറ്റ്സർലൻഡ്. അവരെന്ത് F-35 മേടിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഇങ്ങേരാണ് നാറ്റോയിലെ മെമ്പർമാരെല്ലാം 5% അവരുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ മാറ്റി വയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് നാറ്റോ മീറ്റിങ്ങിൽ കച്ചറ ഉണ്ടാക്കി ട്രംപ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ശരി ഞങ്ങൾ 5% ആയിക്കോളാം. 1.5%, 2%ഒക്കെയാണ് ഇവർ ചിലവ്. കാരണം മുഴുവൻ അമേരിക്ക നോക്കിക്കൊള്ളുമെന്നാണല്ലോ വെപ്പ്. അപ്പോൾ ഞാനൊന്നും നോക്കൊന്നുമില്ല, അവനവൻ്റെ കാര്യം അവനൊന്ന് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞു ശരി എന്നാൽ ഞങ്ങൾ സ്വന്തം നോക്കിക്കോളാം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാവങ്ങൾ, അല്ലെങ്കിൽ ഇവർക്ക് ആയുധമൊന്നും വേണ്ട. സ്വിറ്റ്സർലൻഡിൻ്റെ എന്താ ആയുധം? ആരോട് ചത്തു? അപ്പോൾ പിന്നെ ഈ ഫോർമുല അനുസരിച്ച് ചെയ്യാം ഓർഡറും പ്ലേസ് ചെയ്തു. അപ്പോൾ അതിനകത്തൊരു പാക്കേജാണ് പുള്ളിയുടെ. ഒരു മസാല ദോശ, ഒരു വട, ചുവന്ന ചട്നി 2 സ്പൂൺ, വെള്ള ചട്നി 2 സ്പൂൺ, സാമ്പാർ 3 സ്പൂൺ, ഇങ്ങനെ ഒരു പാക്കേജുണ്ട്. ഇതാണ് പുള്ളിയുടെ ഡിഫൻസ് പാക്കേജ്. ഇത് മേടിച്ചോളണം, വേറെ എങ്ങും മേടിക്കാനുമില്ല. ഇനി വേറെ എവിടെയെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ കാർന്ന് ഒരു ചൂടാകും. അതിൻ്റെ ഒരു ഓർഡർ കൊടുത്തിട്ടേക്കണം. ഓർഡറൊന്നും F-35 കിട്ടുകയുമില്ല. ഇതിങ്ങനെ പപ്പടം ചുടുന്ന പോലെ ചുട്ടെടുക്കാൻ പറ്റില്ലല്ലോ. ഒരു വിമാനത്തിൻ്റെ ഷേപ്പെങ്കിലും ആക്കി കൊടുക്കണ്ടേ. വർക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല, പക്ഷേ കാണിക്കാൻ സാധനം വേണം. അപ്പോൾ അതിന് സമയം എടുക്കുക. അപ്പോൾ അവർ ക്യാൻസൽ ചെയ്തു. നമ്മളും വേണ്ട എന്ന് മെസ്സേജ് കൊടുത്തിട്ട്. അത് ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ നമ്മളുടെ രൺദീപ് ജയ്സ്വാൾ, വിദേശ മന്ത്രാലയത്തിൻ്റെ വക്താവ്, അദ്ദേഹത്തോട് ഈ ചോദ്യം ചോദിച്ചു, F-35 നമ്മൾ ക്യാൻസൽ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഉത്തരം അതിൻ്റെ കൺസ്യൂമിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരോട് ചോദിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഡിഫൻസിന് വക്താവില്ല. ഡിഫൻസ് പത്രസമ്മേളനം നടത്താറില്ല. അതിൻ്റെ രാജ്നാഥ് സിംഗ് പാർലമെൻറ്റിൽ പറയും, അല്ലെങ്കിൽ പബ്ലിക് മീറ്റിങ്ങിൽ പറയും. ഈ വഴിയിൽ നിന്ന് ശിവൻകുട്ടിയെ പോലെ വർത്തമാനം പറയുന്ന ഏർപ്പാടൊന്നും രാജ്നാഥ് സിംഗിനില്ല. അപ്പോൾ ഇത് ആരോട് ചോദിക്കാൻ, എന്ത് ചെയ്യാൻ?
ഇങ്ങനെ ഒഴിഞ്ഞുങ്ങളാം. ഈ ഒഴിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഈ സ്വീഡനും സ്വിറ്റ്സർലൻഡും പ്ലേസ് ചെയ്ത് ഓർഡർ ക്യാൻസൽ ചെയ്യണം. നമ്മൾ ഓർഡറൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല. ട്രംപിൻ്റെ ഓഫറുണ്ട്, അതിനൊരു റിപ്ലൈ നമ്മൾ കൊടുത്തിട്ടില്ല. മോദി പറഞ്ഞു നല്ല ഓഫറാണ് ചേട്ടാ, ഞാൻ നോക്കട്ടെ കേട്ടോ, കാശൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഇത് ക്വാളിറ്റി സാധനമല്ലേ കാശ്. അപ്പം അല്ല, അതാണ് എനിക്കൊരു പ്രശ്നം. ഒരു കാര്യം ആലോചിക്കുക, പൈസയ്ക്കൊക്കെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം, ആളുകൾ തമ്മിലുള്ള സ്നേഹമല്ലേ വലുത്, കാശ് വരും പോവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നിൽക്കുക. അപ്പോൾ അത് നമ്മൾ ആ സംഗതി വേണ്ട ചേട്ടാ, ഞങ്ങൾ തീരുമാനിച്ചു. അത് ഞാനേ ആ ഡോവലിനെ റഷ്യയിലേക്ക് വിട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് അത് മതി. SU-57 കൂടുതൽ വില കുറവാണ്. മാത്രമല്ല ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വലിയ പ്രയാസം. ഞങ്ങളുടെ ഉള്ളത് ഒരു 35-40% റഷ്യനാണ്. അപ്പോൾ ഈ പറഞ്ഞ 5th ജനറേഷൻ പ്ലെയിനൊക്കെ എന്ന് പറഞ്ഞാലേ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ മറ്റേ എക്യുപ്മെൻസുമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചേട്ടനൊന്നും വിചാരിക്കണ്ട, F-35 കഴിഞ്ഞിട്ട് F-45 വരുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ നൈസായിട്ട് അതിന് ഊരി ഓർഡർ പ്ലേസ് ചെയ്ത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഒരു ടഫ് സ്റ്റാൻഡാണ്. ഇത് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഊരിയോണ്ടാണ്. അല്ലെങ്കിൽ ഇങ്ങർക്ക് ഇറ്റ് ഈസ് സ്റ്റിൽ അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ കാര്യം കഴിഞ്ഞു. ജയ്സ്വാളിന് പറയാം, അത് ഈസ് ഓതറൈസ് ടു ടെൽ ദാറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഇന്ത്യ. വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവാണല്ലോ. പക്ഷെ പുള്ളി അത് പറയാതെ അത് ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് വിടുന്നത്, അതിനർത്ഥം നമ്മളത് വിട്ടു എന്നുള്ളതാണ്. അല്ല, ഇപ്പോൾ ഈ F-35 വിമാനങ്ങളുടെ ഒരു പക്ഷേ ഇത്രയും വലിയ ഡാമേജ് പലയിടത്ത് നിന്ന് പല പ്രശ്നങ്ങളുണ്ടാകുന്നു. അതുകൊണ്ട് അമേരിക്ക ഒരുപക്ഷെ ഈ F-35ൻ്റെ കച്ചവടം വിഡ്രോ ചെയ്യാൻ സാധ്യതയുണ്ടോ? അതില്ല, അവരുടെ വലിയൊരു പ്രോജക്റ്റാണത്. ഇതൊക്കെ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ദേ ആർ അണ്ടർ മാനുഫാക്ചറിങ് F-35. അതിൽ ഈ ആക്സിഡൻറ്റിൽ എന്താ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് കറസ്പോണ്ടിങ് മോഡിഫിക്കേഷനോ എന്തെങ്കിലും വരുത്തുന്നുള്ളതല്ലാതെ ഓൾ ടുഗദർ ആ പ്രോജക്റ്റ് നിർത്തിവെക്കാനൊക്കെ വലിയ ഹ്യൂജ് ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാകും. പക്ഷേ ജപ്പാനിലെ ഖഗോഷിമയിൽ ഇന്നലെ ഇറങ്ങിയ സാധനം ഇന്നും പൊങ്ങിയിട്ടില്ല. വലിയ പ്രയാസമാണ്. ജപ്പാനത് കോപ്പി ചെയ്യും. നമ്മളെപ്പോലെയല്ല, നമ്മളിവിടെ സത്യസന്ധമായിട്ട് അവിടെ മഴയത്തുമ്പോൾ അങ്ങ് ഷെഡിൽ കയറ്റില്ല, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാ വാശിക്കും നമ്മൾ നിന്നു കൊടുത്തു, സമ്മതിച്ചു. ജപ്പാൻ അങ്ങനെയൊന്നുമല്ല. ജപ്പാൻ സ്കാൻ ചെയ്ത് സാധനമൊക്കെ എടുത്തു എന്ന് വരും. കാരണം ഈ ചൈനയും ജപ്പാനും തമ്മിൽ ഉടക്കൊക്കെ നിലനിൽക്കുന്നുണ്ട്, കാര്യം ശരിയാണ്. ഈ അവസ്ഥയിൽ ചൈന പറയും, ചേട്ടനൊന്ന് കണ്ണടച്ചാൽ മതി, ഞാനതിൻ്റെ കോപ്പി എടുക്കാം, ഇത്രയും ചെയ്താൽ മതി. അപ്പോൾ ജപ്പാൻ പറയും, എനിക്ക് യാതൊരു പങ്കുമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് 2 കിലോമീറ്റർ ദൂരെ നിന്ന് ഞാനിത് കോപ്പി ചെയ്തോളാം, 2 കിലോമീറ്റർ, ചേട്ടനൊന്നും അറിയണ്ട. ശരി, റൈറ്റ്. ലിമിറ്റഡ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. അവർ തമ്മിൽ വഴക്ക് പറയുന്നുണ്ട്, സൗത്ത് ചൈന ചീലും അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ട്. ജപ്പാനും ചൈനയും അത്ര ഗുഡ് ടേംസിലൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മളുടെ ക്വാഡിൽ ജപ്പാൻ ഒരു നോഡായിട്ട് നിൽക്കുന്നത് ജപ്പാനാണ്. ചൈനയ്ക്ക് നമ്മളോടുള്ള ഒരു വിഷമം അതാണ്. അതുകൊണ്ട് കാരണം അതിനും ഒരു തട വേണമല്ലോ. ചൈനയും അങ്ങനെ അങ്ങ് നമുക്ക് വിടാൻ പറ്റില്ല. ഇപ്പോൾ ഈ താരിഫ് വാറിൽ ചിലപ്പോൾ ടെമ്പററി നമ്മൾ ചൈനയുമായിട്ട് ചേർന്നിട്ട് അമേരിക്കയ്ക്കെതിരെ വർക്ക് ചെയ്തെന്ന് വരും. ബട്ട് അടിയിലൂടെ നമുക്കറിയാം ചൈന ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ ചതിക്കും. വൺസ് ബിട്രേഡ്, പിന്നെ ഒരു തവണ ചതിച്ചവന് പിന്നെ വിശ്വസിക്കരുത്, അവൻ വീണ്ടും ചതിക്കും. എനിക്ക് തെറ്റ് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വിട്ടുകൊടുക്കരുത്. ചതിക്കുന്ന സ്വഭാവമുള്ളവൻ എന്ന് വിചാരിച്ചാൽ മതി. അതാണ് ചൈന. അത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ ക്വാഡിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ പല വിദഗ്ധന്മാരും ചോദിക്കുന്നുണ്ട്. വലിയ ആവശ്യമൊന്നുമില്ല, മറ്റവനെ ഒന്ന് പേടിപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഏതായാലും നമുക്ക് ഈ ജപ്പാനിൽ നിന്ന് F-35ൻ്റെ പുതിയ വാർത്തകൾ വല്ലതും വരുന്നുണ്ടോ നോക്കാം. വാർത്ത വരാതെ അവർ നോക്കും. നമ്മുടെ കേരളത്തിൽ സംഭവിച്ച പോലെ വരത്തില്ല. അവരത് ഇംഗ്ലണ്ടും അമേരിക്കയും, ജപ്പാൻ പിന്നെ ഇതൊന്നും ഇഷ്യൂ ആക്കുന്ന ആൾക്കാരല്ല. അവർ സെൻസേഷണൽ വിശ്വസിക്കാറില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ എക്കണോമിക്സ് ഉണ്ടല്ലോ, വേൾഡ് എക്കണോമിക്സ്, അത് ഇതൊക്കെ ഇവിടെ കേരളത്തിലൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന വലിയ പ്രൊഫസർമാർ എല്ലാം നോക്കിയോ, ഒന്നുകിൽ ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന്. ജപ്പാനിൽ നിന്ന് വന്ന് കണ്ടിട്ടുണ്ടോ? അവർ ഈ പ്രസംഗിക്കാൻ പോകാറില്ല. ബട്ട് ജപ്പാൻ വലിയൊരു സാമ്പത്തിക ശക്തിയല്ലേ, വലിയൊരു സാമ്പത്തിക ശക്തിയാണ്. അവരവരുടെ 45 തകർന്നടിഞ്ഞ് പോയിട്ട് അവർ എണീറ്റ് വന്ന വരവ് കണ്ടില്ലേ. അവർക്ക് അപ്പോൾ എക്കണോമിക്സ് അറിഞ്ഞുകൂടാനായിട്ടാണ്.
ട്രേഡ്, ഇൻഡസ്ട്രി ഇതൊക്കെ അറിഞ്ഞുകൊണ്ടായിട്ടാണ്. എന്നാൽ ഏകാധിപത്യവുമല്ല. ചൈനയുടെ നമുക്ക് പറയാം ഏകാധിപത്യമായതുകൊണ്ട് അവർക്ക് ഇഷ്ടം പോലെ ചെയ്തു അടിച്ചു കയറിയൊക്കെ വന്നു. ജപ്പാൻ ഏകാധിപത്യമല്ല, സ്റ്റിൽ ദേ ആർ മാനേജ്. ഇങ്ങനത്തെ ഒരു അത്ഭുത ജനത അല്ലാത്ത ആൾക്കാരാണ്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഏറ്റവും വലിയ ഒരു പ്രൊജക്റ്റ്, ഏറ്റവും വലിയ ഒരു അവകാശവാദം F-35 പേരിൽ തകർന്നു വീടുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാനാണ്, നാണക്കേട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.